വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. റീസെൻ്റ്ലി എന്നോട് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് ഇഗ്നോയുടെ അഡ്മിഷൻ എന്നാണ് തുടങ്ങുക. പഴയ അഡ്മിഷൻ ഒക്ടോബർ 31 ക്ലോസ് ആയല്ലോ, അന്ന് തൊട്ടേ എന്നോട് ചോദിക്കുന്നുണ്ടോ കേട്ടോ എപ്പോൾ തുടങ്ങും എന്നുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് 2025 ജാനുവരി സെഷനാണ്. നോർമലി അത് ഡിസംബർ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ തുടങ്ങാറുണ്ട്, അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങാറുണ്ട്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് 350 പ്രോഗ്രാം വരുന്നുണ്ട്. ഓരോ പ്രോഗ്രാമിനും ഡിഫറെൻറ്റ് ഫീ സ്ട്രക്ചറാണ്. പലതിനും പല എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം എന്താ, 350 പ്രോഗ്രാം വരുന്നുണ്ട്. ഓരോ അഡ്മിഷൻ തുടങ്ങുന്ന സമയത്തും ഇഗ്നോ പ്രോസ്പെക്ടസ് റിലീസാക്കാറുണ്ട്. ആ പ്രോസ്പെക്ടസിനകത്താണ് ഫീ ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ തുടങ്ങുമ്പോഴേ പ്രോസ്പെക്ടസ് റിലീസ് ആവുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ അഡ്മിഷൻ്റെ ബേസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. ഓക്കെ, അഡ്മിഷൻ തുടങ്ങാതെ നമുക്കതൊന്നും ഉറപ്പായിട്ടും പറഞ്ഞുതരാൻ പറ്റില്ല. ഓക്കെ, ഇനി പല ആൾക്കാർക്കും അറിയേണ്ടത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എത്ര ഫീ വേണമെന്നാണ്. ഇപ്പോൾ നോർമലി MBA ഒക്കെ ആണെങ്കിൽ നമുക്ക് സെമസ്റ്റർ ഫീ അടയ്ക്കാൻ കഴിഞ്ഞ തവണ വരുന്നത് 15,500 പെർ സെമസ്റ്ററാണ്. സോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അറൗണ്ട് ഒരു 15,500 16,000 രൂപ നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം ഫസ്റ്റ് സെമ്മിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോഴേ അടയ്ക്കണം. MCOM ആണെങ്കിൽ അറൗണ്ട് ഒരു 10,000 വേണം. MA പ്രോഗ്രാം ആണെങ്കിൽ ഒരു 8,000 വേണം. BCom ആണെങ്കിൽ ഒരു 4,000 5,000 റേഞ്ചിൽ വേണം. BA ആണെങ്കിൽ 4,000 5,000 റേഞ്ചിൽ വേണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ, അതായത് ഫസ്റ്റ് ഇയറിലെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കുമ്പോഴേ പേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും പേയ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കരുതണം. രണ്ടാമത്തെ കാര്യം വരുന്നത് ഡോക്യുമെൻറ്റ്സ് ആണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം? അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, SSLC +2, ഇപ്പോൾ ഡിഗ്രി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, ഇതൊക്കെ വേണം. പിന്നെ ആക്റ്റീവായിട്ടുള്ള ഒരു മെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ മതി അഡ്മിഷൻ എടുക്കാൻ. വേറെയുള്ള പുറത്തുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇനി SC ST സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ കയ്യിൽ എന്ത് വേണം, ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും വേണം. ഓക്കെ, ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് വേണ്ടത്. അല്ലാതെ വേറെ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എല്ലാം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അഡ്മിഷൻ ഈ പറഞ്ഞ പോലെ ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ അഡ്മിഷൻ തരുന്നതായിരിക്കും. പക്ഷേ യൂണിവേഴ്സിറ്റി ആദ്യം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ.